കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴയിൽ ഫ്ലെക്സ് യുദ്ധത്തിന് അവസാനമായില്ല. നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടും നഗരത്തിൽ നിന്നും നേതാക്കൾക്ക് അനുകൂലമായി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കവേ നേതാക്കൾക്ക് അനുകൂലമായി നഗരത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന കർശന നിർദ്ദേശം മൂവാറ്റുപുഴയിൽ നടപ്പിലായില്ല. ശനിയാഴ്ച രാത്രിയോടെ തന്നെ ഇത്തരം ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് പാർട്ടി നേതാക്കൾ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ മൂവാറ്റുപുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഫ്ലെക്സുകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, PO ജംഗ്ഷൻ, KSRTC ജംഗ്ഷൻ, വെള്ളൂർക്കുന്നം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം നേതാക്കളെ അനുകൂലിച്ചുകൊണ്ടുള്ള ബോർഡുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വനവാസമല്ല പട്ടാഭിഷേകം, കേരളം ജയിച്ചു VD നയിക്കും, UDFനെ ഭരണത്തിലേക്ക് എത്തിച്ച പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങൾ എന്നിങ്ങനെ എഴുതിയിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളാണ് നഗരത്തിൽ ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നത്. VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ബോർഡുകളാണ് നഗരത്തിൽ ഭൂരിഭാഗവും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുള്ള ഫ്ലെക്സുകളും നഗരത്തിലുണ്ട്. എന്നാൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് മാത്രം മൂവാറ്റുപുഴ നഗരത്തിൽ ഫ്ലെക്സുകൾ ഇടം പിടിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നേതാക്കൾ തമ്മിലുള്ള പോര് തെരുവിലേക്കിറങ്ങിയതോടെയാണ് ഹൈക്കമാൻഡ് തീരുമാനം വരുന്നതുവരെ സമാധാനം പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയത്. പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ബോർഡുകൾ മാറ്റാൻ തയ്യാറാവാത്തത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചേക്കാം. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.